വെൽക്കം ടു ലേണേഴ്സ്. ഇന്ന് നമ്മൾ ബയോളജി എക്സാമിന് പ്രതീക്ഷിക്കാവുന്ന ചില ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, ഐഡന്റിഫൈ ദ പിക്ചർ ഗിവൻ. ഇവിടെ ഒരു പിക്ചർ തന്നിട്ടുണ്ട്, ആ പിക്ചർ എന്താണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യുക. അതുപോലെ തന്നെ സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഡു എ ആൻഡ് ബി ഇൻഡിക്കേറ്റ്. എ എന്നും ബി എന്നും സൂചിപ്പിക്കുന്നത് എന്തിനെയാണ്? നമുക്ക് പിക്ചർ അറിയാം, എന്താണ്? ന്യൂക്ലിയോടൈഡിന്റെ പിക്ചർ ആണ് അല്ലേ? ആൻസർ ന്യൂക്ലിയോടൈഡ്. ന്യൂക്ലിയോടൈഡ്സിന്റെ പിക്ചർ ആണ് തന്നിരിക്കുന്നത്. ഫസ്റ്റ് ആൻസർ ന്യൂക്ലിയോടൈഡ്. അതുപോലെ തന്നെ സെക്കൻഡ് ക്വസ്റ്റ്യൻ, എ ആൻഡ് ബി ഇൻഡിക്കേറ്റ്. എ എന്തിനെ കാണിക്കുന്നു? എ ഫോസ്ഫേറ്റ്. എ എന്തിനെ കാണിക്കുന്നു? എ ഫോസ്ഫേറ്റിനെ കാണിക്കുന്നു. ഫോസ്ഫേറ്റ്. അതുപോലെ ബി ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് നൈട്രജൻ ബേസ്. ബി നൈട്രജൻ ബേസിനെയും കാണിക്കുന്നു. അപ്പൊ നമുക്ക് ഇത് പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ ഒരു ഡയഗ്രാം തന്നിട്ടുണ്ട്, അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യാനുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് ദ മിസ്ഡ് പോയിന്റ്സ്. ഇവിടെ കുറച്ച് പോയിന്റ്സ് മിസ് ചെയ്ത് തന്നിട്ടുണ്ട്, അതെല്ലാം നമ്മൾ ഫിൽ ചെയ്ത് കൊടുക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് ദ alleles ഓഫ് ടോൾ വൈറ്റ് ഫ്ലവേർഡ് പ്ലാന്റ്സ് ആൻഡ് ഡാർക്ക് റെഡ് ഫ്ലവേർഡ് പ്ലാന്റ്സ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ സെൽഫ് പോളിനേഷൻ ഓഫ് ഫസ്റ്റ് ജനറേഷൻ. ആദ്യം നമുക്ക് ഡയഗ്രാം നോക്കാം. പാരലൽ പ്ലാന്റ്സ്, അതായത് മാതൃസസ്യങ്ങൾ തന്നിരിക്കുന്നത് ഡാർക്ക് പ്ലാന്റും വൈറ്റ് ഫ്ലവേർഡും ആണ്. അതായത് ഉയരം കുറഞ്ഞ പ്ലാന്റും വെളുത്ത പൂക്കൾ ഉണ്ടാവുന്നതുമായിട്ടുള്ള ചെടിയാണ് നമുക്ക് ഇപ്പുറത്ത് തന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇപ്പുറത്ത് എന്താണ്? ടോൾ പ്ലാന്റും റെഡ് ഫ്ലവേർഡും ആണ്. അതായത് ഉയരം കൂടിയതും ചുവന്ന പൂക്കളുമുള്ള ചെടിയാണ് ഇപ്പുറത്ത് തന്നിരിക്കുന്നത്. ഇനി നമുക്ക് ക്യാപിറ്റൽ ടി ടി ക്യാപിറ്റൽ ആർ ആർ, നേരെ ഓപ്പോസിറ്റ് സ്മോൾ ലെറ്റർ ടി ടി സ്മോൾ ലെറ്റർ ആർ ആർ ഇവിടെ ഫിൽ ചെയ്ത് കഴിഞ്ഞു. അതുപോലെ തന്നെ ക്യാപിറ്റൽ ടിയും ക്യാപിറ്റൽ ആറും സ്മോൾ ലെറ്റർ ടിയും സ്മോൾ ലെറ്റർ ആറും ആണ് മൂന്നാമത്തത് ഫിൽ ചെയ്യേണ്ടത്. അതുപോലെ ഉയരം കൂടിയതും ചുവന്ന പൂക്കളുമുള്ള ചെടിയും ഉയരം കുറഞ്ഞതും വെള്ള പൂക്കളുമുള്ള ചെടിയും കൂടി ചേർന്നപ്പോൾ നമുക്ക് കിട്ടിയത് ഫസ്റ്റ് ജനറേഷനില് ഉയരം കൂടിയതും, അതായത് ടോൾ റെഡ് പ്ലാന്റ് ആണ്, റെഡ് ഫ്ലവേർഡ് പ്ലാന്റ് ആണ്. അതായത് ഉയരം കൂടിയതും ചുവന്ന പൂക്കളുമുള്ള ചെടിയാണ് ഫസ്റ്റ് ജനറേഷനിൽ നമുക്ക് കിട്ടിയത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, write the alleles of tall white flowered plants and dark red flowered plants produced by the self pollination of F1 generation. Answer, tall white plants ഉം ഡാർക്ക് റെഡ് പ്ലാന്റ്സും ആണ്. അതായത് ഉയരം കൂടിയതും വെളുത്ത പൂക്കളുള്ള ചെടിയും അതുപോലെ തന്നെ ഉയരം കുറഞ്ഞതും ചുവന്ന പൂക്കളുള്ള ചെടിയുമാണ് ഉണ്ടായത്. അതിന് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ക്യാപിറ്റൽ ടി ടി സ്മോൾ ലെറ്റർ ആർ ആർ ടി ടി ആർ ആർ, സ്മോൾ ലെറ്റർ ടി ടി ക്യാപിറ്റൽ ആർ ആർ ടി ടി ആർ. ഓക്കെ.